ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് വീട്ടിൽ നമുക്ക് എങ്ങനെ ബ്രോസ്റ്റ് തയ്യാറാക്കാമെന്നാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ അതിന് മുന്നേറ്റ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളെ കയ്യിൽ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു മിക്സ് വാങ്ങിയിട്ട് ബ്രോസ്റ്റിൻ്റെ മിക്സ് വാങ്ങിയിട്ട് നമുക്ക് തയ്യാറാക്കാൻ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കിലൊക്കെ എങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പാക്കറ്റ് പൊട്ടിച്ച് നോക്കിയപ്പോൾ ഇതിൽ ഒരു ഉപ്പിൻ്റെ പൊടിയുണ്ട്, പിന്നെ ഒരു മിക്സ് മൈദപ്പൊടിൻ്റെ ഒക്കെ പോലത്തെ ഒരു മിക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളൊരു പാത്രത്തിലോട്ട് ആ ഉപ്പിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചിക്കൻ പൊങ്ങി നിൽക്കുന്ന രൂപത്തിൽ നമുക്ക് വെള്ളം ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ലേശം ഒരു വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ചിക്കൻ അതിലോട്ട് ഇട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് ചിക്കൻ്റെ പാകത്തിനായിട്ട് തന്നെ വെള്ളം നിൽക്കുന്ന രൂപത്തിലൊന്ന് നമുക്ക് ഫ്രീസ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 4-5 മണിക്കൂറിൻ്റെ ശേഷം എടുത്തതിന് ശേഷം ഇതേ രൂപത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ ആ മിക്സിലുള്ള വേറെ പാക്കറ്റിലുള്ള മൈദൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്ത വെള്ളമൊക്കെ ഒഴിവാക്കിയതിൻ്റെ ശേഷം നമുക്ക് ഇത് ഓരോ കോട്ടായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കോട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമതൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്നുകൂടെ കോട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇതേപോലെ. ഇനി നമ്മൾ ഓയിൽ ചൂടാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ നമ്മളിത് വേവിച്ചെടുക്കാൻ. മുകളിൽ മൈദൻ്റെ മിക്സ് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് അത് ശ്രദ്ധിക്കുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മളെ ബ്രോസ്റ്റൊക്കെ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കെച്ചപ്പിൽ മുക്കിയിട്ട് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം പറയുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് ചിക്കൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വിനാഗിരി ചേർത്തതുകൊണ്ടാണ് നമുക്ക് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റും കൂടി ചെയ്യാൻ മറക്കല്ലേ.